ഭാരതാംബ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്കെതിരെ നടപടിയെടുത്ത് സർക്കാരിന് പ്രഹരം നൽകാൻ രാജ്ഭവന്റെ ഗൂഢനീക്കം. സർവകലാശാലയിലുണ്ടായ സംഘർഷം ചൂണ്ടിക്കാട്ടി KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനാണ് നീക്കം. രജിസ്ട്രാർ ഗവർണറെ അപമാനിച്ചെന്നും രാജ്ഭവന് നാണക്കേടുണ്ടാക്കിയെന്നുമാണ് നിഗമനം. വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും നടപടി. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, രജിസ്ട്രാർ ചെയ്തത് ചട്ടപ്രകാരമുള്ള കാര്യങ്ങളാണ്. അവിടെ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന ആ സെനറ്റ് ഹാൾ വാടകയ്ക്കെടുത്ത ഒരു സംഘടനയോട് കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. ചട്ടലംഘനം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം ചോദിക്കുകയായിരുന്നു രജിസ്ട്രാർ ചെയ്തത്. രാജ്ഭവനുമായി ഒരു കമ്മ്യൂണിക്കേഷനും ആ അർത്ഥത്തിൽ രജിസ്ട്രാർ ചെയ്തിട്ടുമില്ല. പിന്നീട് എന്തിനാണ് ഈ രീതിയിൽ ഇപ്പോൾ രജിസ്ട്രാർക്കെതിരെ തിരിയുന്നത് ഗവർണർ? അരുൺ, ഭാരതാംബ വിവാദത്തിന്റെ തുടർച്ച ഇന്നും ഉണ്ടായിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരായ നീക്കങ്ങൾ രാജ്ഭവൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം സർവകലാശാലയിലുണ്ടായ സംഘർഷത്തിൽ കൃത്യമായ റോള് രജിസ്ട്രാർക്കുണ്ട് എന്ന നിഗമനത്തിലാണ് രാജ്ഭവൻ ഉള്ളത്. ഇതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമ്മലിനോട് എന്താണ് അന്ന് യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചതെന്ന റിപ്പോർട്ട് തേടിയത്. ഈ റിപ്പോർട്ട് കിട്ടിയതിന് പിന്നാലെ തന്നെ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാനാണ് നീക്കം. അതിനകത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രജിസ്ട്രാർ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. VC ആണെങ്കിൽ ഗവർണറിന്റെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ആളുമാണ്. ഇതിൽ രാജ്ഭവൻ VCക്കെതിരായ കുറ്റപത്രമായി പറയുന്നത് അന്നത്തെ ദിവസം ആ സംഘർഷമുണ്ടായ ദിവസം ഗവർണർക്ക് കുറെ സമയം പരിപാടിക്ക് വരാൻ പറ്റിയില്ല. രാജ്ഭവനിൽ കാത്തിരുന്ന് വൈകിയാണ് പരിപാടിക്കെത്തിയത്. ഇത് ഗവർണറെ അപമാനിക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ രാജ്ഭവന് നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം എന്നാണ്. ഇതിൽ VC ഒരു റിപ്പോർട്ട് രജിസ്ട്രാറോട് ചോദിച്ചിരുന്നു. അതിൽ രജിസ്ട്രാർ റിപ്പോർട്ട് നൽകി. അതിൽ ഒരു തരത്തിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് രജിസ്ട്രാർ VCക്ക് കൊടുത്ത റിപ്പോർട്ട്. ഒപ്പം അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടെന്ന് പോലീസ് എന്നോട് വാക്കാൽ പറഞ്ഞു. അതുകൊണ്ടാണ് പരിപാടി റദ്ദാക്കണമെന്ന് സംഘാടകർക്ക് നിർദ്ദേശം നൽകിയതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിൽ VCയുടെ കുറിപ്പ് കൂടി തയ്യാറാക്കിയിട്ടായിരിക്കും രാജ്ഭവനിലേക്ക് കൈമാറുക. അത് കിട്ടുന്നതിന് പിന്നാലെ രജിസ്ട്രാർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ എടുക്കുക എന്ന ആലോചനയിലാണ് രാജ്ഭവനുള്ളത്. അത് സർക്കാരിനുള്ള ഒരു സന്ദേശമായിട്ട് രാജ്ഭവൻ നൽകുന്നതായിട്ട് കണക്കാക്കുകയും ചെയ്യാം. അരുൺ.